89% ആളുകളും തന്നെ ആവറേജോ അതല്ലെങ്കിൽ ബിലോ ആവറേജിലാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ 7% ഓഫ് ദ പീപ്പിൾ they are good. 3% of the people they are great. 1% of the people they are world class. 89% ആളുകളും ആവറേജ് ഓർ ബിലോ ആവറേജ്. 7% ആളുകൾ they are good. 3% of the people they are great peoples, and 1% they are വേൾഡ് ക്ലാസ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പലപ്പോഴും നാം എല്ലാവരും തന്നെ ആലോചിച്ച് നോക്കാറുള്ളതാണ്. പക്ഷെ കൃത്യമായ ആൻസറുകൾ പലപ്പോഴും നമുക്ക് ലഭ്യമാവാറില്ല എന്നുള്ളതാണ്. റിയാസ് സാറിൻ്റെ രണ്ടാമത്തെ സെഷനിൽ അദ്ദേഹം വന്ന് 2 ബലൂണുകളുമായിട്ടായിരുന്നു. ആ 2 ബലൂണിനെയും പുറത്തേക്ക് വിട്ടപ്പോൾ, അതല്ലെങ്കിൽ അദ്ദേഹം കൈകളിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ, ഒന്ന് മുകളിലേക്കും മറ്റൊന്ന് താഴേക്കുമായി പതിച്ചത്. ഒരേ നിറമുള്ള ഒരേ സൈസുള്ള ആ ബലൂണുകൾ ഒന്ന് താഴോട്ടേക്കും ഒന്ന് മുകളിലോട്ടേക്കും എന്ത് കൊണ്ടുപോയി എന്ന ചോദ്യമായിരുന്നു അദ്ദേഹം ആദ്യം തന്നെ നടത്തിയത്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം, ഒന്നിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരുന്നു, മറ്റൊന്നിൽ നൈട്രജൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഒന്ന് ഉയർന്നതും മറ്റൊന്ന് താഴോട്ടേക്ക് പോയത്. നമ്മളും അതുപോലെ തന്നെയാണ്. നാം എവിടെയാണ് നിലകൊള്ളുന്നത്? ഈ 89%-ലാണോ, അതല്ലെങ്കിൽ 7%-ലാണോ, 3%-ലാണോ, അതല്ലെങ്കിൽ 1%-ലാണോ? എവിടെയാണ് നാം നിലകൊള്ളുന്നത് എന്നും എവിടേക്കാണ് നമുക്ക് എത്തേണ്ടതെന്നുമുള്ള കൃത്യമായ ധാരണ നാം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ നമ്മുടെ മുന്നിലേക്ക് അത് എത്തിച്ചു തന്നപ്പോൾ കിട്ടിയ ഒരു എനർജി വളരെ വലിയതായിരുന്നു. പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥയെ അദ്ദേഹം അതിലൂടെ കാണിച്ചു തന്നത്. എന്തുകൊണ്ട് വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രം ഉയർന്നു മുന്നോട്ടേക്ക് പോകുന്നു, ബാക്കി എല്ലാ ആൾക്കാരും താഴേക്കടിയിലേക്ക് എത്തപ്പെടുന്നു? നാം ഓരോരുത്തരും തന്നെ ആലോചിക്കേണ്ടതുണ്ട്. എങ്കിൽ എങ്ങനെ നമ്മളെ ഉള്ളിനെ നൈട്രജൻ പോലുള്ള മോട്ടിവേഷനിലൂടെ, അതല്ലെങ്കിൽ ഇൻസ്പിറേഷനിലൂടെ കാര്യങ്ങളെ കൃത്യമായി നോക്കി കണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങുവാനും വളരുവാനും ഉയരുവാനും സാധിക്കുമെന്ന ആ ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് അദ്ദേഹത്തിന് നൽകുവാൻ സാധിച്ചു. താങ്ക് യു റിയാസ് ജി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.